എൻ്റെ ജീവിത പാതകളിൽ നിന്റെ വചനം വിളക്കാകണേ. എൻ്റെ ജീവിത പാതകളിൽ നിന്റെ വചനം വിളക്കാകണേ. എൻ്റെ കഷ്ടതയിൽ എൻ്റെ വേദനയിൽ സാന്ത്വനമരുളേണമേ. എൻ്റെ കഷ്ടതയിൽ എൻ്റെ വേദനയിൽ സാന്ത്വനമരുളേണമേ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടം ലോകത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്ന ദിവസങ്ങൾ. ഒരുപാട് സ്വപ്നങ്ങളുമായി യാത്ര തിരിച്ചവർ ആരംഭിച്ചിടത്ത് തന്നെ കരിഞ്ഞു വീഴുന്ന അനുഭവങ്ങൾ, ചങ്ക് പൊട്ടിപ്പോകുന്ന വേദന എല്ലാവരും അനുഭവിക്കുന്നു. നമുക്ക് പരിചിതർ അതിൽ ചുരുക്കമായിരിക്കാം. പല രാജ്യക്കാരും പല ഭാഷക്കാരും ഒക്കെ അതിൽ യാത്ര ചെയ്തിരുന്നു. ഈ ദുഃഖം നഷ്ടപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങൾ എങ്ങനെ സഹിക്കും എന്നുള്ള ചിന്തയാണ് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം ദുഃഖം മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഇറക്കി വയ്ക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരാശ്വാസമാണ്. ഓരോരോ കാരണങ്ങളാൽ ജീവിതത്തിൽ ഒട്ടേറെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ദുഃഖങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോകുവാൻ നാം ശ്രമിക്കാറുണ്ടോ? അതുപോലെ നമ്മുടെ ദുഃഖങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്ത്വനം നാം തേടാറുണ്ടോ? നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെല്ലാം ഉടനെ മാറ്റിത്തരണമേ എന്നായിരിക്കും പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നത്. ആ ദുഃഖങ്ങൾക്ക് ശമനമുണ്ടാകാതെ വരുമ്പോൾ നാം മുറുമുറുക്കാൻ തുടങ്ങിയെന്നുമിരിക്കും. അതോടുകൂടി നമുക്കുണ്ടായിരുന്ന മനസ്സമാധാനം പോലും നഷ്ടപ്പെടാനാണല്ലോ സാധ്യത. അതുകൊണ്ട് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ അവ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നതിലാകട്ടെ നമ്മുടെ ശ്രദ്ധ. അങ്ങനെ ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ ഏത് ദുഃഖവും താങ്ങുന്നതിനുള്ള ശക്തി നമുക്ക് ലഭിക്കും എന്നതാണ് വസ്തുത. നോബൽ സമ്മാനം നേടിയ സാഹിത്യകാരനായ ഐസക് ബി സിംഗർ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാൻ ഉടനെ പ്രാർത്ഥനയിലേക്ക് തിരിയും. എനിക്ക് എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതിരിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥന തീർത്തും അർത്ഥരഹിതമാണ് എന്നോർക്കുക. നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം എന്നും പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം അത്ഭുതാവഹമായിരിക്കും. നമ്മുടെ ദുഃഖങ്ങൾ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നാൽ അതുവഴി ലഭിക്കുന്ന ആത്മസമാധാനം വലുതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സന്തോഷങ്ങൾ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിത സന്തോഷം ഇരട്ടിക്കുകയും ചെയ്യും. ഈ അപകടത്തിൽപ്പെട്ട് മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെയൊക്കെ ദൈവം തമ്പുരാനെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതെ, ആ പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കും ആശ്വസിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശുഭരാത്രി നേരുന്നു. നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.